ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേരള PSCയുടെ ഏത് എക്സാം ആയാലും ജോഗ്രഫി ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു മേഖലയാണ് ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഹിമാലയത്തിലെ ചുടുനീരുറവകൾ ഏതെല്ലാം? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഹിമാലയത്തിലെ ചുടുനീരുറവകൾ ഏതെല്ലാം? നുബ്ര താഴ്വര, മണിക്കരൺ, ഗീർ ഗംഗ തുടങ്ങിയവയാണ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ചുടുനീരുറവകൾ. ഇപ്പോൾ ഉത്തരപർവ്വത മേഖലയിലെ പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ ഹിമാലയത്തിലെ ചുടുനീരുറവകളാണ് നുബ്ര താഴ്വരയും മണികരണം ഗീർ ഗംഗയും. രണ്ടാമത്തെ ചോദ്യം, സത്ലജ് മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ ഭാഗം അതേതാണ്? സത്ലജ് കാളി നദി മുതലാകുമ്പോൾ അത് ഉത്തരാഖണ്ഡ് ഹിമാലയമാണ്. സത്ലജ് കാളി നദി വരെയുള്ള ഹിമാലയത്തിൻ്റെ ഭാഗമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. അടുത്തത്, ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഏതാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് ഗഡ്വാൾ ഹിമാലയം. അപ്പം പടിഞ്ഞാറ് ഭാഗം വരുമ്പം ഗഡ്വാളും, ഉത്തരാഖണ്ഡിൻ്റെ കിഴക്ക് ഭാഗം അറിയപ്പെടുന്നത് കുമവോൺ. അപ്പം കിഴക്കിൽ ഒരു കായുണ്ട്, കുമവോണിൽ കായുണ്ട്, അല്ലെങ്കിൽ കിഴക്കിൻ്റെ കീയും കുമവോണിൻ്റെ കൂവും, അങ്ങനെ നമുക്ക് ഓർക്കാം. അപ്പോൾ പടിഞ്ഞാറ് ഭാഗം ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ഗഡ്വാളും, ഉത്തരാഖണ്ഡിൻ്റെ തന്നെ കിഴക്ക് ഭാഗമാണ് കുമവോൺ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കി എന്തായിരുന്നു? ഹിമാലയത്തിലെ ഉറവകളാണ് നുബ്രു താഴ്വരയും മണികരണം ഗീർ ഗംഗയും. അതിനുശേഷം സത്ലജ് മുതൽ കാളി നദി വരെയുള്ള ഭാഗത്തെയാണ് നമ്മൾ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാളാണെങ്കിൽ കിഴക്ക് ഭാഗം ഏതാണ്? കിഴക്ക് ഭാഗത്തെ അറിയപ്പെടുന്നത് കുമവോൺ ഹിമാലയം എന്നാണ്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടികൾ ഏതൊക്കെയാണ്? നന്ദാദേവിയും, കാമെറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ്. നന്ദാദേവിയുണ്ട്, കാമെറ്റുണ്ട്, ബദ്രിനാഥ് ഉണ്ട്, കേദാർനാഥ് ഉണ്ട്. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടികളാണ് നമ്മളിപ്പോൾ നോക്കിയത്, നന്ദാദേവിയും, കാമെറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ്. ഇനി ഗംഗയുടെ പ്രഭവസ്ഥാനം ഗംഗോത്രിയാണല്ലോ, അതെവിടെയാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ തന്നെയാണ്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ നിന്നാണ് നമ്മുടെ ഗംഗാ നദിയുടെ ഉത്ഭവം. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ശുദ്ധജല തടാകങ്ങളാണ് നൈനിത്താലും ഭീംതാലും. നൈനിത്താലും ഭീംതാൽ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ശുദ്ധജല തടാകങ്ങളാണ്. ഇനി ഏതെല്ലാം നദികൾക്കിടയിലാണ് മധ്യ ഹിമാലയം? മധ്യ ഹിമാലയം എന്ന് പറയുന്നത് കാളി, ടീസ്റ്റ നദികൾക്കിടയിലാണ്. കാളി, ടീസ്റ്റ നദികൾക്കിടയിലാണ് മധ്യ ഹിമാലയം ഉള്ളത്. മധ്യ ഹിമാലയത്തിൻ്റെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്നത് എവിടെയാണ്? അത് നേപ്പാളിലാണ്. അപ്പം മധ്യ ഹിമാലയത്തിൻ്റെ ഭൂരിഭാഗവും ഉൾപ്പെടുന്നത് എവിടെയാണ്? നേപ്പാൾ ഹിമാലയത്തിലാണ്. ഈ നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയായ എവറസ്റ്റ്, അതും മധ്യ ഹിമാലയത്തിലാണ്. അപ്പം മധ്യ ഹിമാലയം എന്ന് പറയുന്നത് മധ്യ ഹിമാലയത്തിൻ്റെ ഭൂരിഭാഗവും നേപ്പാളിലാണെന്ന് പറഞ്ഞു. കൂടാതെ തന്നെ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് മധ്യ ഹിമാലയത്തിലാണ്. ഓക്കെ, 10 ചോദ്യങ്ങളായിരുന്നു നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്തത്. അടുത്ത 11ാമത്തെ ചോദ്യം, അതായത് മധ്യ ഹിമാലയത്തിൽ വരുന്ന പ്രധാനപ്പെട്ട പർവ്വതങ്ങളും ചുരവുമാണ് നമ്മൾ നോക്കുന്നത്. കാഞ്ചൻജംഗ പർവ്വതം മധ്യ ഹിമാലയത്തിലാണ്. അതുപോലെ തന്നെ നാഥുല ചുരം. കാഞ്ചൻജംഗ പർവ്വതവും നാഥുല ചുരവും മധ്യ ഹിമാലയത്തിലാണ്. മധ്യ ഹിമാലയത്തിൻ്റെ മറ്റൊരു പേരാണ് നേപ്പാൾ ഹിമാലയം. ചിലപ്പം അങ്ങനെയും ചോദിക്കാം. മധ്യ ഹിമാലയത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? നേപ്പാൾ ഹിമാലയം. ഇനി സിക്കിം ഹിമാലയത്തിൻ്റെ സവിശേഷതയായിട്ട് വരുന്നതാണ് നമ്മുടെ ടീസ്റ്റ എന്ന് പറയുന്ന നദി. സിക്കിം ഹിമാലയത്തിൻ്റെ സവിശേഷതയാണ് ടീസ്റ്റ നദി. കിഴക്കൻ ഹിമാലയത്തിൻ്റെ അതിരുകളാണ് ടീസ്റ്റയും ബ്രഹ്മപുത്രയും. കിഴക്കൻ ഹിമാലയത്തിൻ്റെ അതിരേതാണ്? ടീസ്റ്റയും ബ്രഹ്മപുത്രയും തന്നെയാണ്. അതിൽ കിഴക്കൻ അതിരെന്ന് പറയുന്നത് ബ്രഹ്മപുത്രയാണ്. കിഴക്കൻ ഹിമാലയത്തിൻ്റെ കിഴക്കൻ അതിരാണ് ബ്രഹ്മപുത്ര. കിഴക്കൻ ഹിമാലയത്തിൻ്റെ മറ്റൊരു പേരാണ് അസം ഹിമാലയം. അപ്പോൾ കിഴക്കൻ ഹിമാലയത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? അസം ഹിമാലയം എന്നാണ്. അസം ഹിമാലയത്തിലെ പ്രധാന കൊടുമുടിയാണ് നംച ബർവ. നംച ബർവ എന്ന് പറയുന്നത് അസം ഹിമാലയത്തിലെ പ്രധാന കൊടുമുടിയാണ്. നംച ബർവയുടെ ഉയരം
നംച ബർവയുടെ ഉയരം 7756 മീറ്ററാണ്, 7756. ബോംഡില ദിഫു ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ ഹിമാലയത്തിൽ. ബോംഡിലയും ദിഫുവും ചുരങ്ങളാണ്. ഇവ കിഴക്കൻ ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നംച ബർവ എന്തായിരുന്നു പ്രത്യേകത? അസം ഹിമാലയത്തിലെ പ്രധാന കൊടുമുടിയാണ്. അതിൻ്റെ ഉയരം 7756 കിഴക്കൻ ഹിമാലയത്തിൻ്റെ തന്നെ മറ്റൊരു പേരാണ് അസം ഹിമാലയം എന്നുള്ളത്. കിഴക്കൻ ഹിമാലയത്തിൻ്റെ കിഴക്കൻ അതിര് ബ്രഹ്മപുത്രയാണ്. കിഴക്കൻ ഹിമാലയത്തിൻ്റെ അതിരുകൾ ചോദിക്കുകയാണെങ്കിൽ അത് ടീസ്റ്റയും ബ്രഹ്മപുത്രയുമാണ്. ഇനി സിക്കിം ഹിമാലയത്തിൻ്റെ പ്രത്യേകതയാണ്. ഏത് നദിയാണ് അവിടുത്തെ സവിശേഷതയായിട്ടുള്ളത്? ടീസ്റ്റ നദിയാണ്. മധ്യ ഹിമാലയത്തിൻ്റെ മറ്റൊരു പേരാണ് നേപ്പാൾ ഹിമാലയം. പിന്നെ നാഥുല ചുരവും കാഞ്ചൻജംഗ പർവ്വതവും മധ്യ ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 20 ക്വസ്റ്റ്യൻസും അവയുടെ ആൻസറുമാണ് നോക്കിയത്. അപ്പോൾ നിങ്ങൾക്കിത് റെഫർ ചെയ്യണമെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ലക്കത്തിലെ തൊഴിൽ വീതി നിങ്ങൾ റെഫർ ചെയ്താൽ മതിയാകും. ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയ ചില ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിട്ട് വന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഒരു തൊഴിൽ വീതിയിൽ നിന്ന് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അപ്പോൾ എല്ലാവരും പോയി തൊഴിൽ വീതി നോക്കി ബാക്കി ചോദ്യങ്ങളും കൂടെ പഠിക്കുക. ഓക്കെ.